ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഒമാനിൽ അടുത്ത വർഷം മുതൽ വിദേശികളുടെ തൊഴിൽ വിസയ്ക്കുള്ള ഫീസ് വർദ്ധിക്കും. 5% വർദ്ധിക്കുക. ഈ അധിക തുക സ്വദേശി തൊഴിലാളികൾക്കായി പുതുതായി രൂപവൽക്കരിച്ച തൊഴിൽ സുരക്ഷാ സംവിധാനത്തിലേക്ക് മാറ്റിവെക്കുമെന്നും തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. പുതുതായി അനുവദിക്കുന്ന തൊഴിൽ പെർമിറ്റിനും കാലാവധി കഴിയുന്നവ പുതുക്കുന്നതിനും അധിക ഫീസ് നൽകേണ്ടി വരും. ഇപ്പോൾ ഫീസ് 300 റിയാൽ ഉള്ളതിന് 315 റിയാൽ നൽകേണ്ടി വരും. ഹൗസ് ഡ്രൈവർമാർ, വീട്ടുജോലിക്കാർ, കൃഷിത്തോട്ടക്കാർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള പെർമിറ്റുകൾ, മറ്റു പ്രത്യേക തൊഴിൽ പെർമിറ്റുകൾ എന്നിവയ്ക്ക് ഈ വർധനവ് ബാധകമായിരിക്കില്ല. നവംബർ 1 തൊഴിൽ സുരക്ഷാ സംവിധാനത്തിന്റെ ആദ്യഘട്ടം പ്രവർത്തനം ആരംഭിക്കുക. തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ ജോലി നഷ്ടപ്പെട്ട സ്വദേശികൾക്ക് മാന്യമായ ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുകയാണ് സംവിധാനം ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. അടുത്ത ഘട്ടത്തിൽ തൊഴിലന്വേഷകരെയും കൂടി ഉൾപ്പെടുത്തി സംവിധാനത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കും. ഇതിന്റെ നിബന്ധന പ്രകാരം ഏതെങ്കിലും തൊഴിലുടമക്ക് സ്വദേശി ജീവനക്കാരനെ പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ 3 മാസം മുമ്പ് തൊഴിൽ മന്ത്രാലയത്തെ വിവരം അറിയിക്കണം. ഇങ്ങനെ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് താൽക്കാലിക സാമ്പത്തിക സഹായം നൽകുന്നതിന് ഒപ്പം പുതിയ തൊഴിലവസരങ്ങൾ അന്വേഷിക്കുന്നതിന് സഹായിക്കുകയും പരിശീലനം ആവശ്യമുള്ളവർക്ക് അത് നൽകുകയും ചെയ്യുമെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചു. നിലവിൽ പെൻഷനോ സാമൂഹിക ഇൻഷുറൻസ് ആനുകൂല്യമോ ലഭിക്കാത്തവർക്കാണ് ഇതിന്റെ കീഴിൽ സഹായം നൽകുക. ഇതോടൊപ്പം ജോലി സ്വന്തം ഇഷ്ടപ്രകാരം ഉപേക്ഷിച്ചവരോ തൊഴിൽ കരാർ കാലാവധി കഴിഞ്ഞവരോ ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ തൊഴിലുടമയുടെ സമ്മതം അറിയിച്ചവരും ആകരുത് അപേക്ഷകർ. അച്ചടക്ക നടപടികളുടെ ഭാഗമായി ജോലി നഷ്ടപ്പെട്ടവർക്കും സഹായം ലഭിക്കില്ല. ജോലി ചെയ്യാൻ കഴിവുള്ളവരും തൊഴിലവസരങ്ങൾ സജീവമായി അന്വേഷിക്കുന്നവരുമാകണം അപേക്ഷകർ. ജോലി നഷ്ടപ്പെട്ട് 90 ദിവസത്തിനുള്ളിൽ JSS സംവിധാനത്തിന്റെ ആനുകൂല്യത്തിന് അപേക്ഷിക്കണം.